ഇൻഷുറൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇൻഷുറൻസ് പലതരത്തിലുള്ള ഇൻഷുറൻസുകളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? റിസ്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നത്. ലൈഫ് ഇൻഷുറൻസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഫയർ ഇൻഷുറൻസ് ഉണ്ട്, ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്. റിസ്ക് എന്ന് പറയുന്നത് ബിസിനസ്സിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പാർട്ടാണ്. നമ്മുടെ മുമ്പിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിക്കാവുന്ന കാരണങ്ങൾ കൊണ്ട് വരുന്ന പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളെയാണ് നമ്മൾ ബിസിനസ് റിസ്കുകൾ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ റിസ്കിനെ കുറയ്ക്കാനും റിസ്ക് വഴി നമുക്കുണ്ടാവുന്ന നഷ്ടത്തെ ഒന്ന് കവർ ചെയ്തെടുക്കാനും വേണ്ടിയിട്ടാണ് ഇൻഷുറൻസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇൻഷുറൻസ് മേ ബി ഡിഫൈൻഡ് ആസ് എ കോൺട്രാക്ട് ഇൻ റൈറ്റിംഗ് under which one party agrees in return for a consideration to indemnify the other party against the loss or damage suffered on account of an uncertain future event or contingency, or to pay a specified sum on the happening of a specified event. ഇൻഷുറൻസിന്റെ ഡെഫിനിഷൻ ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഫ്യൂച്ചർ ഇവന്റോ കണ്ടിജൻസിയോ കാരണം നമുക്ക് പണനഷ്ടം ഉണ്ടായാൽ അത് കവർ ചെയ്യാൻ രണ്ട് പാർട്ടികൾ തമ്മിൽ പരസ്പരം എടുക്കുന്ന ഒരു കോൺട്രാക്റ്റ് ആണ്. ഇതില് ഇൻഷുറർ എന്ന് പറയുന്നത് ആ ഇൻഷുററും ഇൻഷുർഡും അതേപോലെ തന്നെ പ്രീമിയം, ഈ മൂന്ന് ടേംസ് ആണ് ഇതിൽ വരുന്നത്. ആരുടെ ആണോ നഷ്ടം പരിഹരിച്ചു കൊടുക്കാമെന്ന് പറയുന്നത് അവർ ഇൻഷുർഡും, നഷ്ടം പരിഹരിച്ചു കൊടുക്കുന്ന ആള് ഇൻഷുററും, അതേപോലെ തന്നെ ആ കൊടുക്കുന്ന കൺസിഡറേഷൻ അല്ലെങ്കിൽ അവിടെ വരുന്ന ഫണ്ടിന്റെ പേരാണ് പ്രീമിയം എന്ന് പറയുന്നത്. സോ ഇതാണ് ഇൻഷുറൻസിന്റെ ഡെഫിനിഷൻ ആയിട്ട് പറയുന്നത്. Insurance is the equitable transfer of the risk of potential loss from one entity to another in exchange for a reasonable fee known as premium. ഇപ്പോൾ ഓൾറെഡി പറഞ്ഞതുപോലെ ഇൻഷുറൻസിൽ ഒരു റിസ്ക് ട്രാൻസ്ഫർ ആണ് നടക്കുന്നത്. ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന റിസ്കിനെ നമ്മൾ ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ് ഫോർ എ റീസണബിൾ എമൗണ്ട്. ആ റീസണബിൾ ഫീസ് എടുത്തിട്ടാണ് അവർ ആ റിസ്ക് ഏറ്റെടുക്കുന്നത്. അതുപോലെ റീസണബിൾ ഫീസിനെയാണ് പ്രീമിയം എന്ന ടേമിൽ യൂസ് ചെയ്യുന്നത്. മെയിൻ എയിം ഓഫ് എവറി ഇൻഷുറൻസ് കോൺട്രാക്ട് ഈസ് ടു ഗീവ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ആൻഡ് പ്രൊട്ടക്ഷൻ ടു ദ ഇൻഷുർഡ്. കണ്ടില്ലേ, ഇൻഷുർഡ് എന്ന് പറയുന്നത് ആരാണെന്ന് ഞാൻ തൊട്ട് മുമ്പേ പറഞ്ഞല്ലോ. ആർക്കാണോ നമ്മുടെ ഈ ഇൻഷുറൻസ് ഫണ്ട് ലഭിക്കുന്നത് അവരാണ് ഇൻഷുർഡ് എന്ന് പറയുന്നത്. ഇത് കവർ ചെയ്ത് ലഭിക്കുന്നത് ആർക്കാണോ അവരാണ് ഇൻഷുർഡ് എന്ന് പറയുന്നത്. അവരെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയിൽ അവർ പ്രൊട്ടക്ഷൻ നൽകുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഇൻഷുറൻസിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. ഇൻഷുറൻസ് ഓൾവേസ് ഹെൽപ്സ് ബിസിനസ് ഇത്തരത്തിലുള്ള ലോസ് റിക്കവർ ചെയ്യാനായിട്ട്, പലതരത്തിലുള്ള റിസ്കിൽ നിന്നും ഉണ്ടാകുന്ന പണനഷ്ടങ്ങൾ റിക്കവർ ചെയ്യാനായിട്ടൊക്കെ സഹായിക്കുന്നു. ഐഡിയ ഓഫ് ഇൻഷുറൻസ് ബേസ് ചെയ്തിരിക്കുന്നത് പ്രിൻസിപ്പിൾ ഓഫ് കോഓപ്പറേഷനെ വെച്ചിട്ടാണ്. ഇൻഷുറൻസ് ലോസ് എന്ന് പറയുന്നത് സ്മോൾ സെക്ഷൻ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ലാർജ് നമ്പറിൽ അത് ഈ കുറെ പ്രീമിയംസ് ഒരുമിച്ച് ചേർന്ന് അത് ലാർജ് എമൗണ്ട് ആയിട്ട് മാറുന്നു. അങ്ങനെയാണ് ഇവിടെ സംഭവിക്കുന്നത്. The premium collected from the insured are pooled together. കണ്ടോ, ആ ഇൻഷുർഡ് നിന്ന് കളക്ട് ചെയ്യുന്ന ഫണ്ട് എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് വെച്ച് ഈ ലോസ് സഫർ ചെയ്യുന്നവർക്ക് പണമായിട്ട് തിരികെ നൽകുന്നു ആ പൂൾ ചെയ്ത മണിയിൽ നിന്നും. അങ്ങനെയാണ് പറയുന്നത്. എ ബിസിനസ് ക്യാൻ ഇൻഷുർ ഹിസ് ഗുഡ്സ് അഗൈൻസ്റ്റ് ദ റിസ്ക് ഓഫ് ഫയർ. ഉണ്ട് എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ തീപിടുത്തം നിങ്ങൾ കാണാറുണ്ട്. പല സ്ഥലത്തും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തീപിടുത്തം ഉണ്ടായി, സ്റ്റോക്ക് നശിച്ചു, കത്തി നശിച്ചു എന്നൊക്കെ. അപ്പൊ അവർ ഫയർ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും, അവരുടെ സ്റ്റോക്ക് നഷ്ടമായതിന്റെ ഒരു ഭാഗത്തോളം എമൗണ്ട് തിരിച്ചു കിട്ടുന്നതാണ്. ഇനി നമ്മൾ നോക്കുന്നത് എന്തൊക്കെയാണ് ഇൻഷുറൻസിന്റെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ഇൻഷുറൻസ് എന്നുള്ളതാണ്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഇൻഷുറൻസ് എന്താ ചെയ്യുന്നത്, റിസ്ക് ലോസിന് നഷ്ടമുണ്ടാവുന്ന റിസ്കിന് എഗനിസ്റ്റ് ആയിട്ടൊരു പ്രൊട്ടക്ഷൻ തരുന്നതാണ് ഇൻഷുറൻസ്. അതേപോലെ തന്നെ ഇൻഷുറൻസിൽ കൂടെ നമുക്കുണ്ടാവുന്ന നഷ്ടം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടു പോകും, പല ആളുകളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടു പോകും. ഒരാളിൽ തന്നെ ഒരു ബേർഡൻ ആയിട്ട് വരാതെ പല ആളുകളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടു പോകുന്നു. അതേപോലെ നെക്സ്റ്റ് നോക്കൂ, ഇൻഷുറൻസ് ഹെൽപ്സ് ഇൻ ഇംപ്രൂവിംഗ് ദ എഫിഷ്യൻസി ഓഫ് ബിസിനസ് ബിക്കോസ് ഇൻഷുർഡ് ബിസിനസ് മാൻ ഫീൽസ് മോർ സേഫ് ആൻഡ് ആക്റ്റീവ്. ഇൻഷുർഡ് ആയിട്ടുള്ള വ്യക്തി കൂടുതൽ സേഫ് ആയിട്ടും കൂടുതൽ ആക്റ്റീവായിട്ട് ഫീൽ ചെയ്യും. ബിക്കോസ് എനിക്ക് എന്തെങ്കിലും നഷ്ടം വന്നാലും എനിക്ക് ഫണ്ട് റിക്കവർ ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കുമല്ലോ എന്നൊരു ഐഡിയ അയാളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും.
സോ അതുവഴി ഇൻഷുറൻസ് എപ്പോഴും ഒരു എഫിഷ്യൻസി കൂടാനുള്ള ഒരു ഫേസ് ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. Then insurance companies mobiles public savings and invest them in a share market and government securities. Thus they provide finance for industrial development of the country. ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനികൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഫണ്ട് തരുന്നുണ്ടെന്നാണ് പറയുന്നത്. എങ്ങനെയാണ് തരുന്നത്? ഈ ഇൻഷുർഡ് ആയിട്ടുള്ള വ്യക്തികൾ കൊടുക്കുന്ന ചെറിയ ചെറിയ പ്രീമിയംസ് എല്ലാം കൂടെ ചേർത്ത് വെച്ച് അതൊരു പബ്ലിക് സേവിങ്സ് ആയിട്ട് അവരെന്ത് ചെയ്യും? ഈ ഷെയർ മാർക്കറ്റിലും ഗവൺമെന്റ് സെക്യൂരിറ്റീസിലും ഒക്കെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് അതിൽ നിന്നൊരു റിട്ടേൺ കിട്ടും. എല്ലാവർക്കും അറ്റ് ദ സെയിം ടൈം നഷ്ടം ഉണ്ടാവത്തില്ലല്ലോ. അപ്പം നഷ്ടം ഉണ്ടാകുന്നവർക്ക് പണം തിരിച്ചു കൊടുക്കാനും സാധിക്കും. പ്രീമിയം തുക ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിന് കോൺട്രിബ്യൂഷൻ ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ഇൻഷുറൻസ് ഗീവ്സ് എ ഫീലിംഗ് ഓഫ് സെക്യൂരിറ്റി ടു ദ കമ്മ്യൂണിറ്റി. ഇറ്റ് ഓൾസോ ജനറേറ്റ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്. വെരി ട്രൂ. എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നുണ്ട് ഒത്തിരി ഇൻഷുറൻസ് കമ്പനീസിൽ. എംപ്ലോയ്മെന്റ് ഇപ്പം നിങ്ങൾ കണ്ടിട്ടില്ല, ലൈഫ് ഇൻഷുറൻസ് കമ്പനികളിലൊക്കെ ഒത്തിരി ഏജന്റുമാർ വരെ ഉണ്ട്. അപ്പോൾ ഒരുപാട് പേർക്ക് ജോലി കിട്ടും. അപ്പോൾ അതുവഴി സൊസൈറ്റിക്ക് ഒരു സെക്യൂർ ഫീലിംഗ് ആണ് കൊടുക്കുന്നത്. അതേപോലെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് വഴി ഒരുപാട് ആളുകളിലേക്ക് ജോലി എത്തുന്നുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ഇൻഷുറൻസിൽ ഉപയോഗിക്കുന്ന ടേംസ് എന്നാണ്. ഒന്നാമത്തെ ടേമാണ് ഇൻഷുറർ എന്ന് പറയുന്നത്. ഇൻഷുറർ, നിങ്ങൾ ഇത് കൃത്യമായിട്ട് പഠിച്ചില്ലെങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ പിന്നെ ഇൻഷുറർ, ഇൻഷുർഡ്, പ്രീമിയം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിക്ക് ആവത്തില്ല. സോ ഇൻഷുറർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഷുറൻസ് കമ്പനികളെയാണ് ഇൻഷുറർ എന്ന് പറയുന്നത്. അത് ആദ്യം ഓർത്ത് വയ്ക്കുക. അതായത് ആർക്കാണോ പണം കൊടുക്കാം, കോമ്പൻസേറ്റ് ചെയ്യാമെന്ന് പ്രോമിസ് കൊടുക്കുന്നത് അവരെയാണ് ഇൻഷുറർ എന്ന് പറയുന്നത്. ഇൻഷുർഡിന് പണം കൊടുക്കുന്ന വ്യക്തികളാണ് ഇൻഷുറർ. വ്യക്തിയല്ല, സ്ഥാപനങ്ങളാണ് ഇൻഷുറർ. അതായത് ഇൻഷുറർ എപ്പോഴും ഒരു ഇൻഷുറൻസ് കമ്പനി ആയിരിക്കും. അപ്പൊ ഇൻഷുർഡ് എന്താണ്? ഇൻഷുർഡ് എന്ന് പറയുന്നത് ആർക്കാണോ പണം നൽകുന്നത് അവരെയാണ് ഇൻഷുർഡ് എന്ന് പറയുന്നത്. അവർക്കാണ് നഷ്ടം സംഭവിച്ചത്, അവരാണ് പ്രീമിയം അടയ്ക്കുന്ന ആളുകൾ, അവർക്കാണ് ആ പണം ലഭിക്കുന്നത്, അവരെയാണ് ഇൻഷുർഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് ആണ് പ്രീമിയം. പ്രീമിയം എന്താ? Consideration paid by the insured to the insurer is known as premium. അതായത് റിസ്ക് ഏറ്റെടുക്കുന്നതിന് ഇൻഷുറർക്ക് നൽകുന്ന ഒരു ഫീ, ആ ഒരു പണത്തിനെയാണ് പ്രീമിയം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടേം ആണ് പോളിസി. പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, ഓരോ ഇൻഷുറൻസിനും ഓരോ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, ഒരു കോൺട്രാക്ട് ഉണ്ടായിരിക്കും. ആ കോൺട്രാക്ട് കണ്ടെയ്ൻ ചെയ്യുന്ന ഡോക്യുമെന്റ്സിനെയാണ് പോളിസി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടേം ആണ് സബ്ജക്ട് മാറ്റർ. ദ പേഴ്സൺ ഓർ പ്രോപ്പർട്ടി വിച്ച് ഇസ് ഇൻഷുർഡ് എഗനിസ്റ്റ് എ പർട്ടിക്കുലർ റിസ്ക് ഈസ് കോൾഡ് സബ്ജക്ട് മാറ്റർ. ഫോർ എക്സാമ്പിൾ ഫയറിന് എഗനിസ്റ്റ് ആണെങ്കിൽ ഫയർ ആണ് അവിടെ സബ്ജക്ട് മാറ്റർ. എന്താണോ, എന്തിന് ഫയർ എന്നുള്ള എന്തിന്റെ എഗനിസ്റ്റ്, ഇപ്പൊ സ്റ്റോക്കിന് എഗനിസ്റ്റ് ആണ്, ആ സ്റ്റോക്കിനാണ് അവിടെ സബ്ജക്ട് മാറ്റർ എന്ന് പറയുന്നത്. ഇപ്പൊ പേഴ്സൺ ആവാം, പ്രോപ്പർട്ടി ആവാം, എന്തിന് എഗനിസ്റ്റ് ആണോ ഇൻഷുറൻസ് എടുത്തിരിക്കുന്നത് അതിനെയാണ് സബ്ജക്ട് മാറ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടേം ആണ് സം അഷ്വേർഡ്. ഫ്യൂച്ചർ ലയബിലിറ്റി ഓഫ് ദ ഇൻഷുറർ ഓൺ ദ ഹാപ്പനിങ് ഓഫ് എ സ്പെസിഫിക് ഇവന്റ് ഈസ് ലിമിറ്റഡ് ടു എ സർട്ടൻ എമൗണ്ട് ആൻഡ് ദ എമൗണ്ട് ഈസ് നോൺ ആസ് സം അഷ്വേർഡ്. നമ്മൾ റിസ്കിനെതിരായിട്ട് ഒരു ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക, അതൊരു പർട്ടിക്കുലർ എമൗണ്ട് വരെ ആയിരിക്കും എടുത്തിട്ടുള്ളത്. അത്തരത്തിൽ ആ ലിമിറ്റിനെയാണ് സം അഷ്വേർഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടേം ആണ് റിസ്ക് എന്ന് പറയുന്നത്. റിസ്ക് എന്താണ്? റിസ്ക് എന്ന് പറയുന്നത് അൺസർട്ടൺ ആയിട്ടുള്ള ഇവന്റ്സിനെയൊക്കെ റിസ്ക് എന്ന് നമുക്ക് പറയാം. റിസ്കിനെ കേപ്പബിൾ ആയിട്ട് കവർ ചെയ്തെടുക്കുന്നതാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ പരിചയപ്പെടാൻ പോകുന്ന രണ്ട് ടേംസ് ആണ് ഇൻഷുറൻസും അഷ്വറൻസും. എന്താണ് ഇൻഷുറൻസ്? Insurance is a compensation paid only on happening of an event. ഏതെങ്കിലും ഒരു കാര്യം സംഭവിച്ചാൽ മാത്രം അതിനെതിരെ കൊടുക്കുന്ന പണമാണ് ഇൻഷുറൻസ് എമൗണ്ട് എന്ന് പറയുന്നത്. എന്തെങ്കിലും ഡാമേജ് ആവാം, തെഫ്റ്റ് ആവാം, അതേപോലെ എന്ത് കാര്യം, അതായത് സംഭവിച്ചു കഴിഞ്ഞാൽ അത് സംഭവിക്കാം, സംഭവിക്കാതിരിക്കാം, നമുക്ക് ഒരു ഉറപ്പുമില്ല. അപ്പൊ അത്തരത്തിൽ സംഭവിച്ചാൽ നൽകുന്നതിനെയാണ് ഇൻഷുറൻസ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. പക്ഷെ അഷ്വറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർട്ടൻ സം ഓഫ് മണി ഹാപ്പൻ ചെയ്യും, അത് നടക്കുമെന്ന ഉറപ്പാണ്, നടക്കുമ്പോൾ ആ പേയ്മെന്റ് കൊടുക്കുന്നതിനാണ് അഷ്വറൻസ് എന്ന് പറയുന്നത്.
Assurance is the payment of a certain sum on the happening of an event which is certain. അത് നടക്കുമെന്ന് ഉറപ്പാണ്. പക്ഷെ ഇൻഷുറൻസിന്റെ കേസിൽ അത് നടക്കുമെന്ന് ഉറപ്പില്ല. അത് അൺസർട്ടൺ ഇവന്റ്സിനാണ് ഇൻഷുറൻസ് കമ്പനി കൊടുക്കുന്നത്. അപ്പം നമുക്കിപ്പം അഷുറൻസിന് എക്സാമ്പിൾ പറയാനാണെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്നത് നമ്മൾ ഒരു കാലത്ത് മരണപ്പെടുമെന്ന് ഉറപ്പായതുകൊണ്ട് തന്നെ ആ ഡെത്തിന് അഗൈൻസ്റ്റ് ആയിട്ട് ഇൻഷുറൻസ് എടുക്കുന്നത് അഷുറൻസ് എന്നാണ് പറയുന്നത്. അപ്പൊ ടേം അഷുറൻസ് ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ലൈഫ് ഇൻഷുറൻസിന് ആണെന്നുള്ളത് എപ്പോഴും ഓർക്കുക. അപ്പൊ അഷുറൻസ് എന്ന് പറയുന്നത് സർട്ടൺ ഇവന്റ്സിന് എഗൈൻസ്റ്റ് ആയിട്ട് കൊടുക്കുന്ന പേയ്മെന്റ് ആണ്. അത് നമുക്ക് ലൈഫ് ഇൻഷുറൻസ് ആണ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ഇപ്പൊ കുറച്ചധികം ഇൻഷുറൻസ് കമ്പനീസ് ഒക്കെ ഇന്ത്യയിലുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിനെ ഒന്ന് ജസ്റ്റ് പരിചയപ്പെടാം. പബ്ലിക് സെക്ടറിലാണെങ്കിൽ നിങ്ങൾ ഏറ്റവും അധികം കേട്ടിട്ടുള്ള LIC, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അതേപോലെ തന്നെ ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി ഉണ്ട്, നാഷണൽ ഇൻഷുറൻസ് കമ്പനി ഉണ്ട്, യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി ഉണ്ട്. അതേപോലെ പ്രൈവറ്റ് സെക്ടറിലോട്ട് വരുമ്പോൾ ടാറ്റയ്ക്ക് ഉണ്ട്, ICICIയുടെ ലൊംബാർഡ് ഉണ്ട്, ബജാജിന്റെ അലയൻസ് ഉണ്ട്, അതേപോലെ റിലയൻസിന്റെ ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എന്തൊക്കെയാണ് ഇൻഷുറൻസിന്റെ ഫങ്ഷൻസ് എന്നുള്ളതാണ്. ഒന്നാമത്തെ ഫംഗ്ഷൻ ആണ് ഇൻഷുറൻസ് സർട്ടനിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ഓഫ് ഇൻഷുറൻസ് ഈസ് ദാറ്റ് പ്രൊവൈഡ് സർട്ടനിറ്റി ഓഫ് പേയ്മെന്റ് ഓഫ് കോമ്പൻസേഷൻ ടു ദ ഇൻഷുർഡ് വെൻ എ ലോസ് ഹാപ്പൻ ടു ഹിം. അതായത് ഏതെങ്കിലും തരത്തിൽ നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് പണം ലഭിക്കും എന്നുള്ള ഉറപ്പ് നൽകുന്നു. അതാണ് ഒന്നാമത്തെ ഫംഗ്ഷൻ ആയിട്ട് പറയുന്നത്, ഇൻഷുറൻസ് പ്രൊവൈഡിങ് സർട്ടനിറ്റി. അത് ഉറപ്പായിട്ടും എന്ത് പറ്റുന്നുണ്ട്, ഒരു റണ്ണിങ് ബിസിനസിന്റെ റിസ്കിനെ കുറയ്ക്കുന്ന ഒരു പോയിന്റ് ആണ് അത് ഇൻഷുറൻസ് പ്രൊവൈഡിങ് സർട്ടനിറ്റി എന്നുള്ളത്. നെക്സ്റ്റ് വൺ ആണ് ഇൻഷുറൻസ് ഷെയർ റിസ്ക്. ലോസ് ഓഫ് റിസ്ക് എന്ന് പറയുന്നത് വളരെ അധികം കൂടുതലാണ്. ഇപ്പൊ ഇൻഷുറൻസ് എപ്പോഴും എന്ത് ചെയ്യും, പല ആളുകളിലേക്ക് ഇതിന്റെ റിസ്ക് ഷെയർ ചെയ്യപ്പെട്ടും എക്സ്പോസ് ചെയ്യപ്പെട്ടും കൊടുക്കും. അവർ കളക്ട് ചെയ്തെടുക്കുന്ന പ്രീമിയംസ് എല്ലാം പൂൾ ചെയ്ത് വെച്ച് അതിനകത്തുനിന്ന് ആരാണോ റിസ്ക് കിട്ടുന്നത് അവർക്ക് ആ പൂളിൽ നിന്ന് ഒരു എമൗണ്ട് ഓഫ് മണി അവർ കൊടുക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ഉള്ളതാണ് ക്രിയേറ്റ് എ സെൻസ് ഓഫ് സെക്യൂരിറ്റി. ഇൻഷുറൻസ് എപ്പോഴും റിസ്ക് കവർ ചെയ്ത് ആളുകളിൽ എപ്പോഴും ലൈഫിന്റെ കേസിലാണെങ്കിലും ബിസിനസ്മാന്റെ റണ്ണിങ് ബിസിനസിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ദേ വിൽ ക്രിയേറ്റ് എ സെൻസ് ഓഫ് സെക്യൂരിറ്റി എപ്പോഴും. ഇപ്പൊ ഇൻഷുറൻസ് എപ്പോഴും പേടി മാറ്റാനും ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന അൺസർട്ടനിറ്റീസ് കുറയ്ക്കാനും ഒരു ലോസ് വന്നാൽ അതിനൊരു അഷുറൻസ് കൊടുക്കാനും ഒക്കെ സഹായിക്കുന്നു. സോ ദാറ്റ്സ് ക്രിയേറ്റ് എ സെൻസ് ഓഫ് സെക്യൂരിറ്റി. നെക്സ്റ്റ് വൺ ആണ് ഇൻഷുറൻസ് എപ്പോഴും സേവിങ്സ് എൻകറേജ് ചെയ്യുന്നുള്ളത്. എസ്പെഷ്യലി ഇപ്പൊ ലൈഫ് പോളിസി ഒക്കെയാണ് ഇൻഷുർ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രീമിയം പേ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പോയിന്റ് കഴിഞ്ഞാൽ ഇപ്പൊ 50 വയസ്സ് വരെ അല്ലെങ്കിൽ 60 വയസ്സ് വരെയൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ അത് കഴിയുമ്പോൾ ആ എമൗണ്ട് തിരിച്ചു കിട്ടും. So when the life policy is taken, the insured is bound to pay the premium regularly. Therefore, he is compelled to set aside a portion of his income and spend only the balance. ഇത്തരത്തിലുള്ള ലൈഫ് ഇൻഷുറൻസ് ഒക്കെ സേവിങ്സ് ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ് ആണ് ഇൻഷുറൻസ് ക്രിയേറ്റ് ഫണ്ട്സ് ഫോർ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളത്. അതായത് ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞതുപോലെ ഇവര് പ്രീമിയം വഴി കളക്ട് ചെയ്യുന്ന മണി എല്ലാം പൂൾ ചെയ്ത് വെച്ച് അതൊരു പബ്ലിക് സേവിങ്സ് ആയിട്ട് കണ്ട് പല ഇൻട്രസ്റ്റ് ഷെയറിലും സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ കൊണ്ട് അത് ഡെപ്പോസിറ്റ് ചെയ്ത് അത് അവർ ഇൻവെസ്റ്റ് ചെയ്ത് അതൊന്നും ഒരു ഇൻകം ഉണ്ടാക്കാനും അതുവഴി ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിന് കോൺട്രിബ്യൂട്ട് ചെയ്യാനും ശ്രമിക്കുന്നു. ദാറ്റ് ഈസ് ഇൻഷുറൻസ് ക്രിയേറ്റ് ഫണ്ട്സ് ഫോർ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേംസ് ആണ്. പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസിലെ ഒന്നാമത്തെ പോയിന്റ് ആണ് പ്രിൻസിപ്പിൾ ഓഫ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. അതായത് പരിപൂർണമായ ഒരു വിശ്വാസം രണ്ട് പാർട്ടികൾ തമ്മിലും ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് നല്ല രീതിയിൽ ഈ ഇൻഷുറൻസിന്റെ ഒരു ഔട്ട്കം അവർക്ക് കിട്ടത്തുള്ളൂ. ഇൻഷുറൻസ് ഈസ് എ കോൺട്രാക്ട് ഓഫ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്. കണ്ടോ, both the parties to the contract should be absolutely honest to each other in regard of the contract. അതായത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു ആത്മാർത്ഥതയുള്ള ഒരു കരാറായിരിക്കണം. ഈ കരാറിലെ രണ്ട് കക്ഷികളും കരാറിനെ സംബന്ധിച്ച് തികച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഓണസ്റ്റ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഇൻഷുറർ ചെയ്ത ഈ എല്ലാ കാര്യങ്ങളും മെറ്റീരിയൽ ഫാക്ട്സുകളെല്ലാം അവർ ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. അതേപോലെ തന്നെ ഇൻഷുറർ തനിക്ക് എല്ലാ കാര്യങ്ങളും
ഓണസ്റ്റ്ലി ഡിസ്ക്ലോസ് ചെയ്യപ്പെട്ടിരിക്കണം. ഇൻഷുറൻസിന്റെ വ്യാപ്തി കൃത്യമായിട്ട് അയാളെ അറിയിച്ചിരിക്കണം. ഏതെങ്കിലും വസ്തുത വെളിപ്പെടുത്താതിരിക്കുകയോ തെറ്റായി അത് കാണിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ ഇൻഷുറൻസ് ഇൻവാലിഡ് ആകുമെന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു എക്സാമ്പിൾ ആണ്. ഇപ്പൊ മിസ്റ്റർ മൻമോഹൻ is a heart patient, but he hides this fact to the LIC while taking a life policy. On his death due to heart attack, LIC can refuse to pay compensation. മനസ്സിലായോ? മൻമോഹൻ എന്ന് പറഞ്ഞ ആളൊരു ഹാർട്ട് പേഷ്യന്റ് ആണ്. പക്ഷെ ആ വ്യക്തി ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് അത് ഒളിച്ചു വെച്ചിട്ട് എടുക്കുമ്പോൾ തന്നെ അയാൾക്കൊരു പിന്നീട് ഒരു ഹാർട്ട് അറ്റാക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ LICക്ക് വേണമെങ്കിൽ ആ കോമ്പൻസേഷൻ കൊടുക്കാതിരിക്കാം. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡെമിനിറ്റി ആണ്. പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡെമിനിറ്റിയിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് നോക്കൂ. ഓൾ കോൺട്രാക്ട്സ് of insurance except life insurance are contract of indemnity. ഇൻഡെമിനിറ്റി എന്ന് പറഞ്ഞാൽ നഷ്ടപരിഹാരം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ലൈഫ് ഇൻഷുറൻസ് ഒഴികെയുള്ള എല്ലാ ഇൻഷുറൻസ് കരാറുകളും നഷ്ടപരിഹാര കരാറുകളാണെന്നാണ് പറയുന്നത്. നഷ്ടപരിഹാരം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടം സംഭവിച്ചാൽ ഇൻഷുർ ചെയ്ത ആൾക്ക് നഷ്ടപരിഹാരം കൃത്യമായിട്ടും ലഭിക്കും. എന്നാൽ നഷ്ടപരിഹാരം ലഭിക്കുന്ന തുക എത്ര നഷ്ടമാണോ അവർക്കുണ്ടായത് അതിനെക്കാട്ടിലും ഒരിക്കലും കൂടുതലായിരിക്കത്തില്ല. അതായത് ഇൻഷുർ ചെയ്ത ആളുകൾക്ക് ഒരിക്കലും ഇതിനകത്തുനിന്ന് ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, according to the principle, the insured is entitled to recover an amount of actual loss or insured sum whichever is less. എത്രയാണോ അവർക്ക് ആക്ച്വൽ ലോസ് സംഭവിച്ചത് അല്ലെങ്കിൽ എത്രയാണോ അവർ ഇൻഷുർ ചെയ്തത് ഇതിൽ ഏതാണോ ചെറുത് അത്രയും എമൗണ്ട് അവർക്ക് കിട്ടാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ ദിസ് പോളിസി ബിഹൈൻഡ് this arrangement of that nobody should treat insurance contract as a source of income. ഇൻഷുറൻസ് കോൺട്രാക്ട് ഒരു ഇൻകം ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആർക്കും സാധിക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് രാജൻ ഒരു സ്റ്റോക്ക് വാല്യൂ 20 ലക്ഷത്തിന് ഇൻഷുർ ചെയ്തു. അപ്പോൾ ഒരു ഫയർ ഒക്കർ ചെയ്തു. അപ്പോൾ 12 ലക്ഷത്തിന്റെ സ്റ്റോക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ ഇൻഷുറൻസ് കമ്പനി എത്ര രൂപ? 12 ലക്ഷം രൂപ മാത്രമേ കൊടുക്കുകയുള്ളൂ. അല്ലാതെ 20 ലക്ഷം രൂപയുടെ സ്റ്റോക്ക് എന്നാണ് നഷ്ടപ്പെട്ടതെന്ന് വെച്ച് മാക്സിമം 20 ലക്ഷം രൂപയുടെ സ്റ്റോക്കിനായിരിക്കും അയാൾ എടുത്തിട്ടുണ്ടാവുക. പക്ഷെ 12 ലക്ഷം രൂപയുടെ സ്റ്റോക്കല്ലേ നഷ്ടപ്പെട്ടുള്ളൂ. അപ്പൊ ആ 12 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് തുക മാത്രമേ നൽകുകയുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഷുറൻസ് ഇൻട്രസ്റ്റ് എന്നുള്ളതാണ്. അതായത് ഇൻഷുർ ചെയ്ത പലിശ എത്രത്തോളം കിട്ടാം അങ്ങനത്തെ കാര്യങ്ങളാണ് ഇവിടെ നോക്കുന്നത്. എമൗണ്ടിന് എത്ര ഇൻഷുർ ചെയ്യുന്ന പലിശയുടെ തത്വത്തെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ ദ ഇൻഷുർഡ് person must have insurable interest in life or property insured. ഈ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഇൻഷുർ ചെയ്ത വ്യക്തിയുടെ ജീവിതത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്വത്തിലോ ഇൻഷുർ ചെയ്യാനുള്ള ജെനുവിൻ ആയിട്ടുള്ള ഒരു താല്പര്യം ഉണ്ടായിരിക്കണം. അല്ലാതെ ചുമ്മാ വന്നിട്ട് ഒരു ടൈം പാസിന് വേണ്ടിയിട്ട് ഇൻഷുറൻസ് ചെയ്യാമെന്ന് തീരുമാനിക്കാൻ പറ്റത്തില്ല. ഇൻഷുറബിൾ പലിശ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഷുർ ചെയ്ത ആൾക്ക് താൻ ഇൻഷുർ ചെയ്യുന്ന വസ്തുവിലോ സ്വത്തിലോ ജീവിതത്തിലോ എന്തെങ്കിലും താല്പര്യം ഉണ്ടായിരിക്കണം. അല്ലാതെ എനിക്കൊരു താല്പര്യമില്ല പക്ഷെ ചുമ്മാ ഒരു ലൈഫ് ഇൻഷുറൻസ് എടുത്തേക്കാം അങ്ങനെ ചിന്തിക്കാനായിട്ട് പറ്റത്തില്ല. ഒരാൾക്കും വെറുതെ ഒരു ഇൻഷുറൻസ് കോൺട്രാക്റ്റിൽ വന്ന് എൻ്റർ ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് പലിശ എന്നുള്ള അർത്ഥത്തിലല്ല, നമുക്കുള്ള ഇഷ്ടം, ഇൻട്രസ്റ്റ്, താല്പര്യം, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എ ക്രെഡിറ്റർ ഹാസ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഇൻ ദ ലൈഫ് ഓഫ് ഹിസ് ഡെറ്റ് ടു ദ എക്സ്റ്റെൻഡ് ഓഫ് ഹിസ് ഡെറ്റ്. ഒരാൾക്ക് പണം കൊടുത്ത ആൾക്ക് പണം നൽകാനുള്ള ആളുടെ ജീവിതം അയാൾ ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹം കാണും. ബിക്കോസ് ആ വ്യക്തി ഉണ്ടെങ്കിലേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അയാൾ തരാനുള്ള പണം കിട്ടത്തുള്ളൂ. അങ്ങനെ ഇപ്പം നമ്മുടെ സ്റ്റോക്കും ഗുഡ്സിലും ഹൗസിലും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരത്തിൽ നമ്മുടെ ഇൻട്രസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇൻഷുറൻസ് എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റിൽ പറയുന്നത്. നെക്സ്റ്റ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നതാണ് പ്രിൻസിപ്പിൾ ഓഫ് കോസ പ്രോക്സിമ. അതായത് പ്രോക്സിമേറ്റ് കോസ് ലിറ്ററലി മീൻസ് നിയറസ്റ്റ് കോസ് അല്ലെങ്കിൽ ഡയറക്റ്റ് കോസ്. ദിസ് പ്രിൻസിപ്പിൾ is applicable when the loss is the result of 2 or more causes. നിങ്ങൾക്ക് പേരിൽ നിന്ന് തന്നെ മനസ്സിലാവും, കാരണത്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതായത് ഏതെങ്കിലും തരത്തിലുള്ള 2ഓ അതിലധികമോ കാരണത്താലാണ് നമുക്ക് നഷ്ടമുണ്ടായെങ്കിൽ ഇൻഷുറർക്ക് ഏറ്റവും അടുത്ത റീസൺ എന്താണോ, ഓൺലി ദ പ്രോക്സിമേറ്റ് അല്ലെങ്കിൽ നിയറസ്റ്റ് കോസിനാണ്
ഏറ്റവും കൂടുതൽ ഡാമേജിന് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. As per principle, the insurance company will become liable to compensate the insured if the reason for the losses is according to the nearest one. ഏറ്റവും അടുത്ത എന്ത് കാരണമാണോ ആ കാരണം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഇൻഷുറൻസിന് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് കോസ പ്രോക്സിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത്, സ്റ്റോക്ക് വാസ് ഇൻഷുർഡ് അഗൈൻസ്റ്റ് തെഫ്റ്റ്. There was a fire in the factory and lot of stock was stolen by employees working in the store. അവിടെ തീപിടുത്തം ഉണ്ടായപ്പോൾ അവിടെയുള്ള ആളുകൾ എന്ത് ചെയ്യും, കുറെ സ്റ്റോക്ക് എടുത്തുകൊണ്ട് പോയി. അപ്പോൾ the insured entitled compensation for loss due to theft. അപ്പോൾ അവിടെ മോഷണം കൊണ്ട് സാധനം നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു കോസ് ആയിരിക്കും എടുക്കുക. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് പ്രിൻസിപ്പിൾ ഓഫ് സബ്രഗേഷൻ. പ്രിൻസിപ്പിൾ ഓഫ് സബ്രഗേഷൻ എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡെമിനിറ്റി ഇല്ലേ, അതിന്റെ ഒരു കുറച്ചും കൂടെ എക്സ്റ്റൻഷൻ ആണ്. It is an extension of principle of indemnity. അതായത് as per this principle, after the insured is compensated for the loss due to damage to property insured, the right of ownership of such property passes on to the insurer. അതായത് ഈ തത്വം അനുസരിച്ച് ഇൻഷുറർ ചെയ്ത വസ്തുവിന് ലഭിച്ച നാശനഷ്ടങ്ങൾ മൂലമുള്ള നഷ്ടത്തിന് ഇൻഷുറർ ചെയ്ത ആള് നഷ്ടപരിഹാരം കിട്ടിക്കഴിഞ്ഞാൽ ആ നഷ്ടപരിഹാരം കിട്ടിയല്ലോ അയാൾ പിന്നെ അതിന്റെ ഉടമസ്ഥ അവകാശം ആ ഇൻഷുറർക്ക് തിരിച്ചു കൊടുക്കും. ആരാണോ പണം തന്നത് അവർക്ക് തിരിച്ചു കൊടുക്കും. ഡാമേജ്ഡ് പ്രോപ്പർട്ടിക്ക് നമുക്ക് ഇങ്ങോട്ട് കാശ് തന്നാൽ അതിന്റെ ഓണർഷിപ്പ് പിന്നെ അവരുടെ കയ്യിലാണ്. ദിസ് ഈസ് ബിക്കോസ് ദ ഇൻഷുർഡ് ഷുഡ് നോട്ട് ബി അലൗഡ് ടു മേക്ക് എനി പ്രോഫിറ്റ് ബൈ സെല്ലിംഗ് ദ ഡാമേജ് പ്രോപ്പർട്ടീസ്. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള കേടുപാടുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും മൂല്യം അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവർ പിന്നെ അത് വിൽക്കാനൊക്കെ ഉള്ള കാരണം ഉണ്ടാക്കാം. അപ്പൊ ഇത്തരത്തിൽ അതിൽ നിന്ന് ഒരു ഇൻകം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രിൻസിപ്പിൾ ഓഫ് സബ്രഗേഷൻ ഉപയോഗിക്കുന്നത്. ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത്, ഒരു ഇൻഷുർഡ് മോട്ടോർ കാർ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയിഡ് ആയി കഴിഞ്ഞാൽ ആക്സിഡന്റിൽ അവർക്ക് അതിന്റെ പണം കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ പൊസിഷൻ പിന്നീട് ആ ഇൻഷുറൻസ് കമ്പനി എടുക്കും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പ്രിൻസിപ്പിൾ ഓഫ് മിറ്റിഗേഷൻ ഓഫ് ലോസ് ആണ്. ഇൻഷുർഡ് ക്യാൻ ക്ലെയിം ഫോർ ലോസ് ഓർ ഡാമേജ് ഓൺലി ഇഫ് ദ ലോസ് അറൈസസ് ഡ്യൂ ടു ദ റീസൺസ് ബിയോണ്ട് ദ കൺട്രോൾ ഓഫ് ദ ഇൻഷുർഡ്. ഇൻഷുർഡ് ചെയ്ത ആള് മനഃപൂർവ്വം ഉണ്ടാക്കാത്ത ഒരു കാരണത്തിന് മാത്രമേ റീസൺ ഉയർത്തി അയാൾക്ക് ഇൻഷുറൻസ് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ ഈ ഇൻഷുർഡ് ചെയ്തിരിക്കുന്ന വ്യക്തി എന്ത് ചെയ്യണം, അയാൾ ഇതിന് റെസ്പോൺസിബിൾ ആണ്. അവിടെ മാക്സിമം അത്തരത്തിലുള്ള ഡാമേജ് ഒന്നും ഉണ്ടാവാതിരിക്കാനുള്ള കേപ്പബിലിറ്റി അയാൾക്ക് ഉണ്ടായിരിക്കണം. അയാൾ എപ്പോഴും ലോസ് മിനിമൈസ് ചെയ്യാനായിട്ട് നോക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പൊ ഇൻഷുർഡ് എപ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള ഇറസ്പോൺസിബിലിറ്റി കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് പണം കിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് വൺ ആണ് ഈ പ്രിൻസിപ്പിൾ ഓഫ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇത് കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റിയിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യമാണ്. അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ the insured can insure the same subject matter with 2 or more insurance companies, but he can claim the compensation only to the extent of actual loss, either from all insurers or from any one insurer. അതായത് ഈ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഇൻഷുർഡിന് ഒന്നോ അതിലധികം അവരുടെ സബ്ജക്ട് മാറ്റർ ഒന്നോ അതിലധികമോ ഇൻഷുറൻസ് കമ്പനിയിൽ ഇൻഷുർഡ് എടുക്കാം. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ എത്രത്തോളമാണോ നഷ്ടത്തിന്റെ എക്സ്റ്റൻഷൻ അത് മാത്രമേ ഉപയോഗിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. പക്ഷെ ഫുൾ കോമ്പൻസേഷൻ ഇൻഷുറർ അടയ്ക്കുകയും ചെയ്യണം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് ടൈപ്സ് ഓഫ് ഇൻഷുറൻസ് എന്നുള്ളതാണ്. രണ്ട് തരത്തിലുള്ള ടൈപ്സ് ആണുള്ളത്. ഒന്ന് ലൈഫ് ഇൻഷുറൻസ്, രണ്ട് ജനറൽ ഇൻഷുറൻസ്. ലൈഫ് ഇൻഷുറൻസ് എന്താണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി കാണും. ലൈഫ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മേ ബി ഡിഫൈൻഡ് ആസ് എ കോൺട്രാക്ട് ഇൻ വിച്ച് ഇൻഷുറർ ഇൻ കൺസിഡറേഷൻ ഫോർ സർട്ടൻ പ്രീമിയം അണ്ടർടേക്സ് ടു പേ സർട്ടൻ സം ഓഫ് മണി ഓൺ ദ ഡെത്ത് ഓഫ് ദി ഇൻഷുർഡ്. ഒരു മരണം സംഭവിച്ചാലോ ഒരു എക്സ്പയറി പീരീഡ് കഴിഞ്ഞാലോ അയാൾക്ക് കൊടുക്കുന്ന പണമാണ് ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. പ്രീമിയം ഇൻഷുർഡ് ഒരു ലംസം ആയിട്ടോ ഇൻസ്റ്റാൾമെന്റ് ആയിട്ടോ റെഗുലർ ഇന്റർവെൽസിൽ, അതിപ്പോ മന്ത്ലി ആവാം, ക്വാർട്ടർലി ആവാം, ഹാഫ് ഇയർലി ആവാം, പേയ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കും. ലൈഫ് ഇൻഷുറൻസ് എപ്പോഴും ആളുകൾക്ക് ഒരു ഷുവർട്ടി കൊടുക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ ലൈഫിന് ആപത്ത് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ആ നോമിനിക്ക്, ആരുടെ പേരിലാണോ അതെടുത്തിരിക്കുന്നത് അയാളുടെ നോമിനിക്ക് ഈ ഡെത്ത് കാരണമുള്ള എമൗണ്ട് തിരിച്ചു കിട്ടും. സബ്ജക്ട് മാറ്റർ ഓഫ് ലൈഫ് ഇൻഷുറൻസ് ഈസ് ഓൾവൈസ് ഹ്യൂമൻ ലൈഫ്. സബ്ജക്ട് മാറ്റർ എന്തായിരിക്കും ലൈഫ് ഇൻഷുറൻസിൽ? ഹ്യൂമൻ ലൈഫ് ആയിരിക്കും. എ കോൺട്രാക്ട് ഓഫ് ലൈഫ് ഇൻഷുറൻസ് ഈസ് നോട്ട് എ കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി. ലൈഫ് ഇൻഷുറൻസിന്റെ കോൺട്രാക്ട് ഒരു നഷ്ടപരിഹാരം പോലെയുള്ള ഒരു കോൺട്രാക്ട് അല്ല എന്നുള്ളതാണ് പറയുന്നത്.
Contract of life insurance denotes payment of fixed amount to the insured if he survived till the maturity of policy or his nominee if the death of the insured take place. That is none of that much important. അതായത് നിങ്ങൾ സർവൈവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്പയർ പീരീഡ് കഴിഞ്ഞാൽ ആ എമൗണ്ട് തിരിച്ചു കിട്ടും, അല്ല ഡെത്ത് ആണ് സംഭവിക്കുന്നെങ്കിൽ ആ എമൗണ്ട് തിരിച്ചു കിട്ടും. നോമിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോമിനി ഈസ് ദ പേഴ്സൺ ഹൂ മേ റിസീവ് ദ അഷുറൻസ് എമൗണ്ട്. ആർക്കാണോ ഈ ഡെത്ത് സംഭവിച്ച ആൾക്ക് പണം ലഭിക്കണമെന്ന് ആഗ്രഹമുള്ളത് ആ വ്യക്തിയുടെ പേര് നേരത്തെ അവിടെ മെൻഷൻ ചെയ്തിരിക്കും. അവർക്ക് എന്ത് കിട്ടും? ഈ എമൗണ്ട് കിട്ടും. അതാണ് നോമിനി എന്ന് പറയുന്നത്. Any person can take a life policy. ആർക്ക് വേണമെങ്കിൽ ലൈഫ് പോളിസി എടുക്കാം. ലൈഫ് ഇൻഷുറൻസ് കോൺട്രാക്ട് ചിലപ്പോൾ 20 തൊട്ട് 25 ഇയേഴ്സ് വരെ നീണ്ടിരിക്കുന്നതാണ്. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻസ് മെയിനായിട്ടും ആണ് ഇത്തരത്തിലുള്ള ഇൻഷുറൻസ് കൊടുക്കാറുള്ളത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് പോളിസി ഉണ്ട്. ഓൾ ലൈഫ് പോളിസി ഉണ്ട്. ഈ ലൈഫ് പോളിസിയിലകത്ത് സം ഇൻഷുർഡ് പേയബിൾ ഓൺലി ഓൺ ദ ഡെത്ത് ഓഫ് ദ ഇൻഷുർഡ്. ആ വ്യക്തി മരിച്ചു കഴിയുമ്പോൾ മാത്രം കൊടുക്കുന്ന പോളിസിയാണ് ഓൾ ലൈഫ് പോളിസി. അത് ഇൻഡെഫിനിറ്റ് പീരീഡിലോട്ടായിരിക്കും കൊടുക്കുന്നത്. പേയ്മെന്റ് ഡിപ്പെൻഡന്റിന്റെ ഒരു പേയ്മെന്റ് കൊടുക്കുന്നത് ആരാണോ അയാളുടെ ഡിപ്പെൻഡന്റ് അയാൾക്കായിരിക്കും, ഇൻഷുർ ചെയ്ത ആൾക്കായിരിക്കും പേയ്മെന്റ് കൊടുക്കുന്നത്. പിന്നെ രണ്ടാമത്തേതാണ് എൻഡോവ്മെന്റ് പോളിസി. എൻഡോവ്മെന്റ് പോളിസി എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് പീരീഡിലേക്ക് എടുക്കുന്നതാണ്. പോളിസി മെച്ചുവേർഡ് ആയി കഴിയുമ്പോൾ ആ സ്പെസിഫിക് പീരീഡ് ആണോ അതല്ലെങ്കിൽ ഡെത്ത് സംഭവിക്കോ ഏതാണോ നേരത്തെ സംഭവിക്കുന്നത് അവർക്ക് അപ്പോൾ ആ സമയത്ത് പണം കൊടുക്കും. പിന്നുള്ളതാണ് ജോയിന്റ് ലൈഫ് പോളിസി. ജോയിന്റ് ലൈഫ് പോളിസി എന്ന് പറഞ്ഞാൽ രണ്ടോ അതിലധികമോ പേഴ്സൺ ഒരുമിച്ച് ഇൻഷുർഡ് ആവുന്നതാണ്. ജോയിന്റ് ലൈഫ് പോളിസി കൂടുതൽ സമയം പാർട്ട്ണർഷിപ്പിന്റെ സമയത്താണ് എടുക്കാറുള്ളത്, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിന്റെ കാര്യത്തിൽ എടുക്കാറുണ്ട്, ഒരു ഓർഗനൈസേഷൻ എംപ്ലോയീസിന്റെ കാര്യത്തിൽ എടുക്കാറുണ്ട്. അതിനൊക്കെയാണ് ജോയിന്റ് ലൈഫ് പോളിസി വരുന്നത്. പിന്നെ ഒന്നാണ് മണി ബാക്ക് പോളിസി. ഈ പോളിസി അനുസരിച്ച് സം പോളിസി is a sum is assured is returned in 3 or 4 installments during the period of the policy. Amount of premium is comparatively higher. However, the risk will be covered till the expiry of the policy for the full amount of sum assured. ഈ പോളിസി അനുസരിച്ച് 2-3 ഇൻസ്റ്റാൾമെന്റിന് ശേഷം ആ പണം തിരിച്ചു കൊടുക്കുന്നു. അതാണ് മണി ബാക്ക് ചെയ്യുന്നത്. ഇതിന് പ്രീമിയം ഭയങ്കര കൂടുതലായിരിക്കും, കമ്പാരിറ്റീവ്ലി ഹയർ ആയിരിക്കും. ഇത് എക്സ്പയറി എന്ന് പറയുന്നത് എത്ര രൂപയാണോ അവർ ഉദ്ദേശിച്ച സം എത്തുന്നത് ആ സമയത്ത് അതിന്റെ എക്സ്പയറി ആവും. പിന്നെ ഉള്ള ഒന്നാണ് ഡബിൾ ആക്സിഡന്റ് പോളിസി. ഈ പോളിസി ആക്സിഡന്റ് വഴി ഒരു ഡെത്ത് സംഭവിച്ചാൽ അതിന് എക്സ്ട്രാ കവറേജ് കൊടുക്കുന്നതിനാണ് ഡബിൾ ആക്സിഡന്റ് പോളിസി എന്ന് പറയുന്നത്. ഈ പോളിസി അനുസരിച്ച് ഡെത്ത് ആക്സിഡന്റ് വഴി ഉണ്ടായി കഴിഞ്ഞാൽ സർവൈവറിന് എമൗണ്ടിന്റെ ഡബിൾ കിട്ടും. അപ്പൊ കുറച്ച് എക്സ്ട്രാ പ്രീമിയം ഇതിന് ചാർജ് ചെയ്യാറും ഉണ്ട്. ഇത്രയുമാണ് ടൈപ്സ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്.